അന്ന് ഉമ്മ ശരിക്കും കരഞ്ഞിട്ടുണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മ പറഞ്ഞിട്ട് റിസൾട്ടാണ് മുരളി ഇൻവെസ്റ്റ്മെന്റ്. സാറിന് തോന്നിയിരുന്നോ ഇത് നമുക്ക് ഡ്രോബാക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാൻ പ്ലാൻ എന്നുള്ളത്? ഇൻവെസ്റ്റ്മെന്റോ ഇതിന് എത്ര ക്യാപിറ്റൽ ആവുന്നോ ഇവൻ അന്നൊരു ബിസിനസ് ടേംസ് പോലും അറിയില്ല. സാറേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അല്ലേ? എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ബിസിനസ് തുടങ്ങേണ്ടതെന്ന് പോലും അറിയാതെ എടുത്തു ചാടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സാറിൻ്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു? ബിസിനസ് എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? സത്യത്തിൽ ബിസിനസ് ഞാനല്ല തുടങ്ങുന്നത്. ഞാൻ ബിസിനസ്സിൽ ഒരു സപ്പോർട്ടീവ് എന്ന രീതിയിൽ കൂടെ നിന്നതാണ്. എൻ്റെ ഉമ്മയാണ് തുടങ്ങുന്നത്. അതും ഒരു ബിസിനസ്സായിട്ട് തുടങ്ങിയതല്ല ഉമ്മ. ഉമ്മ യാദൃശികമായിട്ട് നമ്മളെ നിയർ ബൈ ഉള്ളൊരു നൈബറിന് ഉമ്മ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നൊരു ക്വാണ്ടിറ്റി കൊടുത്തു. പൈസ മേടിച്ചിട്ടൊന്നുമല്ല, അന്ന് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. ഞങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കൊടുത്തതാണ്. അവിടുന്ന് പിന്നെ ആ കസ്റ്റമർ 200 രൂപക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ 200 രൂപക്ക് ഇത് വാങ്ങാം, അല്ലെങ്കിൽ ഇതിന് 200 രൂപ വാങ്ങാം എന്നുള്ളൊരു രീതിയിൽ. അന്ന് കോസ്റ്റിംഗ് പോലും എന്താണ് കോസ്റ്റിംഗ് എന്നോ എന്താണ് റോ മെറ്റീരിയൽ ഒന്നും അറിയില്ല. അപ്പോൾ ഉമ്മ വീണ്ടും ഉമ്മ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നിന്ന് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് അവർക്ക് 200 രൂപ കൊടുത്തു. മാഷാ അല്ലാഹ്, അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ടാവും. അവിടെ നിന്ന് പിന്നെ ആളുകൾ വീട്ടിൽ ചോദിച്ചു വന്നു തുടങ്ങി. ഏകദേശം ഞാൻ അന്നൊരു 4th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയം അപ്പം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. ഈ പച്ചമരുന്നുകളൊന്നും വാങ്ങല ഇവിടുന്നൊന്നും അന്ന് അറിയില്ലല്ലോ. പക്ഷെ എന്നാൽ ഞങ്ങൾക്കത് കൊടുക്കും വേണം, കാരണം ഉമ്മാക്കതൊരു ക്രേസായി. അങ്ങനെ ഞങ്ങൾ ഒരുപക്ഷെ അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും പിന്നെ ഇതൊരു ബിസിനസ്സിലേക്ക് എത്താമെന്നുള്ളൊരു തീരുമാനത്തിൽ ഉമ്മ എത്തിയിട്ടുണ്ടാവും. ഞാനന്ന് ചെറുതാണ്. അന്ന് മരുന്നുകളൊക്കെ പോയി പറിച്ചു കൊണ്ടുവരും. ഇന്ന മരുന്നുകളാണ് അത് ഞങ്ങൾ തന്നെ വീട്ടിലിരുന്നിട്ട് ഞാൻ സ്കൂളിൽ ഇപ്പോൾ ഒരു ഏതൊരു ടൈമിലാണ്? ഞാൻ 5th സ്റ്റാൻഡേർഡ് 4th കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഒരു സെല്ലിങ് പോലെ. പക്ഷെ ഉമ്മ ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 വർഷം 21 വർഷത്തോളമായി. അത് ഉമ്മ ഈ പാരമ്പര്യമായിട്ട് ഉമ്മയുടെ ഇവിടുന്ന് ഉണ്ടാക്കി വന്ന് ഉമ്മ പഠിച്ചുമ്പോൾ ഭയങ്കര കെയർ ചെയ്യുന്ന ആളാണ്. ബോഡി ആണെങ്കിലും ഹെയർ ആണെങ്കിലും ഒക്കെ കെയർ ചെയ്ത് അത് ഇഷ്ടപ്പെടുന്ന ആളാണ്. അന്ന് മുതൽ ചെറിയ ഈ പെൺപിള്ളേർക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഉമ്മ വീട്ടിൽ നിന്നൊന്നും പുറത്തിറങ്ങാതെ ഭയങ്കര ഉള്ളിൽ ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അവിടെ നിന്നാണ് പിന്നെ ആളുകൾ ചോദിച്ചു വന്ന് തുടങ്ങുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാതെ ആളുകൾ അവരുടെ ആവശ്യം കൊണ്ടാണ് ചോദിച്ചു വരുന്നത്. അപ്പം നമ്മൾ ചെറിയ രീതിയിൽ കൊടുത്തു തുടങ്ങി. ഇങ്ങനെ ഓരോ നാട്ടിൽ കിട്ടുന്ന നോർമലി പോലെ നമ്മളെ തൈലക്കുപ്പി പോലത്തെ കുപ്പികളിലൊക്കെ ആക്കിയിട്ട് അന്ന് തിരൂര് അല്ലെങ്കിൽ ഷോപ്പിൽ മാർക്കറ്റിൽ പോയി ഏത് ബോട്ടിലാണ് കിട്ടുക, ഒന്നും നമ്മൾ റെഗുലറായിട്ട് ബോട്ടിലൊന്നുമില്ല. അന്ന് കിട്ടുന്ന ബോട്ടിലിൽ ഫില്ല് ചെയ്യും. 100 വേണ്ടവർക്ക് 100 ml, 200 വേണ്ടവർക്ക് 200 ml ഒക്കെ കൊടുക്കും. അതിനൊരു പേയ്മെൻറ്റ് വാങ്ങും. അങ്ങനെ ഒരു 1 month കൊണ്ട് ഞങ്ങൾ ഏകദേശം ഒരു എമൗണ്ടിന് വിറ്റു. അന്ന് ഡയറിയിൽ പൈസ ഇങ്ങനെ വിൽക്കുന്ന പൈസ എൻ്റെ കയ്യിൽ പൈസ ഉമ്മ വിറ്റ പൈസ എനിക്ക് നേരെ അപ്പം തരും. അപ്പം അതൊരു ഡയറിയിൽ ഞാൻ എടുത്തു വെക്കും. അങ്ങനെ ആ ഒരു മാസം ആയപ്പോൾ ഏകദേശം ഒരു 1,20,000 രൂപയുടെ അടുത്ത് ഞങ്ങൾ വിറ്റ്. അപ്പോൾ ഞങ്ങൾക്കും പേടിയായി. ഇതിന് ലീഗൽ സെക്ഷൻ എന്താ ഒന്നും അറിയില്ലല്ലോ, വീട്ടിലെ ആളുകൾ വരുന്നല്ലേ. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഉണ്ടാക്കുന്നത് നിർത്തിയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാം എന്നുള്ളൊരു രീതിയിലായി. അന്ന് മുതൽ ഇത് എങ്ങനെ പുറത്തിറക്കണം, എങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറക്കാം എന്നുള്ള സ്റ്റഡിയിലാണ്. എൻ്റെ ഒരു കൂടെ പഠിക്കുന്ന ഫ്രണ്ടിൻ്റെ അച്ഛനൊരു ഡോക്ടറാണ്. ആൾ മുഖേന ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ലീഗൽ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ ആദ്യം പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുക്കേണ്ടതാണ്. അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുക്കാൻ വേണ്ടി അന്ന് മുതൽ ഞാനും ഉമ്മയും അതിനായി. അപ്പോൾ പറഞ്ഞു ഇതിലൊരു പേരിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പേര് അന്ന് നമ്മൾ 2 പേരിലാണ് എത്തിയിരുന്നത്, മഞ്ജിമ, അഴകി. അങ്ങനെയാണ് നമ്മൾ ഈ അഴകി ചൂസ് ചെയ്യുന്നത്. മഞ്ജിമ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ മറ്റൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് വീണ്ടും ഈ എടുത്ത ലൈസൻസിൽ നമ്മൾ കൊടുത്തു തുടങ്ങി. ആളുകൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വീട്ടിൽ വന്ന് അൽഹംദുലില്ലാഹ് നല്ല സെയിലായിരുന്നു, നല്ല റിസൾട്ടും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ അയൽവാസിയിലാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, കൊടുത്ത് തുടങ്ങുന്നത്. ഇപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്ക് ബിസിനസ് നോളജോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഉമ്മയുടെ ആഗ്രഹം ഇത് എത്രത്തോളം നമുക്ക് എത്തിക്കാൻ പറ്റും അത്രത്തോളം എത്തിക്കുക എന്നുള്ളതായിരുന്നു അന്ന് നമുക്ക് ഇതിൻ്റെ ഒരു പ്രചോദനം. ഇൻവെസ്റ്റ്മെൻറ്റോ ഇതിന് എത്ര ക്യാപിറ്റൽ ആവുന്നോ ഇവൻ അന്നൊരു ബിസിനസ് ടേംസ് പോലും അറിയില്ല. അതെ, ഞാൻ സാറിൻ്റെ ഉമ്മാനോട് ഞാൻ സംസാരിച്ച സമയത്ത് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 500 രൂപക്ക് എന്തായിരുന്നു ഇതിന്റെ വേണ്ട മെറ്റീരിയൽസ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ബാക്കി വന്നാൽ എൻ്റെ മോന് കറക്റ്റ് കൊണ്ടുപോയി തരലാണ്. അതായത് അന്ന് ഈ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ഉമ്മ പർച്ചേസ് ഒക്കെ എന്നെ കൂടി ചെയ്യിക്കും, വീട്ടിലേക്കുള്ളതാണെങ്കിലൊക്കെ. അന്ന് ഇതായിട്ടില്ല, പക്ഷെ അന്ന് 5ാം ക്ലാസ് പഠിക്കുമ്പോഴും 4ാം ക്ലാസ് പഠിക്കുമ്പോഴൊന്നും ആരും പൈസ ഒന്നും വലിയ എമൗണ്ട് കൊടുക്കില്ല. ഞാൻ അന്നേ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ട് പോയി വാങ്ങിച്ച് പൈസ തിരിച്ചു കൊടുക്കും. ഒരു പേടിയാണെന്ന്, ഒന്നുമല്ല. കാരണം എന്തുണ്ടെങ്കിലും ഉമ്മയാണെങ്കിലും നമുക്ക് വേണ്ടത് വാങ്ങിച്ചു തരും. പിന്നെ ഒരു പേടിയാണ്. അപ്പോൾ പിന്നെ കറക്റ്റ് കണക്ക് കൊടുക്കുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല. അന്ന് മുതൽ പിന്നെ പർച്ചേസ് ചെയ്യും. ഇൻഷാ അല്ലാഹ് ഏകദേശം എൻ്റെ ഒരു 5th മുതൽ ഇന്ന് വരെ ഇതിൻ്റെ ഓൾ പർച്ചേസിൻ്റെ കാര്യങ്ങൾ ഓരോ ഘട്ടമായിട്ട് ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പം അത് ഉമ്മ തന്ന പ്രചോദനമാണ്.
അല്ല സാർ ഇപ്പൊ ഇത്ര ഈ ഒരു 5ാം ക്ലാസ് മുതൽ എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ജേണി കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ആരും ചിന്തിക്കാത്തൊരു ടൈമില് സാറിന് ആ ഒരു ഏജിൽ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങാന്ന് പറയുമ്പോൾ, അതായത് ആ തുടക്കത്തിലൊക്കെ സത്യം പറഞ്ഞാൽ സ്കൂളിലേക്ക് നേരെ വഴുകി പോകും. അതായത് ഈ കേൾക്കുന്നവർ ചിലപ്പോൾ അത് തമാശയായി കാണും. കാരണം രാവിലെ പോയിട്ട് ഞാനൊക്കെ സ്കൂൾ യൂണിഫോമിലൊക്കെ പോയിട്ട് ഈ ചമ്പ്രവട്ടം പുഴയുടെ സൈഡിൽ നിന്നൊക്കെ ഒരു മരുന്ന് കിട്ടുക. അന്നൊക്കെ നമ്മൾ ഈ പച്ചമരുന്ന് എവിടുന്ന് വാങ്ങിക്കണം എന്നൊന്നും അറിയില്ല, അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പോലും അറിയാത്ത സമയം. അപ്പം അന്ന് നമ്മൾ ഓരോ വീട്ടുകളിലും അല്ലെങ്കിൽ ചമ്പ്രവട്ടം പുഴയുടെ സൈഡിൽ നിന്ന് തോട്ടിൻ്റെ സൈഡിൽ നിന്നൊക്കെ പോയിട്ടാണ്. കാരണം ഇതൊന്നും നട്ട് വളർത്താൻ പറ്റുന്നൊന്നും അറിയില്ല, ഇതുള്ളടത്ത് പോയിട്ട് പറിക്കലാണ്. ഞാനും ഉമ്മയൊക്കെ ട്രാവൽ ചെയ്യും കാറിലൊക്കെ. നമ്മളെ പോകുമ്പോൾ ഓരോ വീടിൻ്റെ മുറ്റത്തുള്ളതും വീടിൻ്റെ റോഡിൻ്റെ സൈഡിലുള്ളതൊക്കെ നോക്കി വെക്കും. ഇന്ന ദിവസം ഇനി എണ്ണ കാച്ചുമ്പോൾ ഇന്ന ഏരിയയിൽ ഉണ്ടിട്ടമ്മ എന്നിട്ട് ഞങ്ങൾ രണ്ട് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അന്ന് അവിടെ പോയിട്ട് ആ വീട്ടുകാരോട് ചോദിക്കുന്നത് ഇങ്ങനെ പറിക്കട്ടെ, ഞങ്ങൾക്കിങ്ങനെ ഒരു ആവശ്യം ഉണ്ടായത്. അപ്പോൾ അവർക്കത് എങ്ങനെയെങ്കിലും വെട്ടി ഒഴിവാക്കേണ്ടതാവും. അപ്പോൾ ഞങ്ങളത് എന്ത് ചെയ്യും, അവിടുന്ന് ഇരുന്ന് പറിച്ചെടുത്ത് വരും. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്തിനുള്ളതാണ്. ചിലപ്പം പറയും നമ്മളിത് ഇങ്ങനെ മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയും. അങ്ങനെയാണ് അന്ന് ആ കാലത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നത്, മരുന്ന് കളക്ട് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ഓരോ ആളുകളെ ആക്കിയിരുന്നു, ഓരോ സ്ത്രീകളെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലുള്ള ആളുകളോടൊക്കെ നിങ്ങൾ എത്ര രൂപയ്ക്ക് ഒരു കവറിൽ കൊടുത്താൽ ഇത്ര രൂപ തരാം എന്ന് പറയും. അത് ഇന്നും വാങ്ങുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ട് നമുക്ക് ബൾക്കായിട്ട് അത് എന്താ പറയുക കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പച്ചമരുന്നുകളൊക്കെ. പക്ഷെ എന്നാലും അന്ന് വാങ്ങിയിരുന്നവരത്തൊക്കെ ഉമ്മ എപ്പോഴും വാങ്ങും. ഉമ്മ എന്നോട് പറയും അവർ ചിലപ്പോൾ മുത്തുമല 200-500 പ്രതീക്ഷിച്ചിട്ടായിരിക്കും എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയിലും അത് വാങ്ങുമ്പോൾ. നമുക്ക് വലുത് കിട്ടാണ്ടെന്ന് വിചാരിച്ചിട്ട് അവരത് കളയണ്ടല്ലോ, ചിലപ്പോൾ അവരെ പ്രാർത്ഥന ഉണ്ടാവും ഇതിൽ. കാരണം ഇത് എപ്പോഴും ഞങ്ങൾ ചിന്തിക്കുന്നത് ഇത് റബ്ബിൻ്റെ ഒരു അള്ളാൻ്റെ ഒരു ഇത് മാത്രമാണ്, നമ്മളൊന്നും കഴിവില്ല. ഞങ്ങൾ എണ്ണയെ കുറിച്ചിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്ന ഓരോന്നായിട്ട് കൂടി വന്നത് കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ്. നമ്മൾ അയൽവാസിയിൽ കൊടുത്തു തുടങ്ങിയതാണ്. അത് റിസൾട്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അത് നല്ല രീതിയിലല്ലെങ്കിൽ ഇത്രയും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പം ഈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞല്ലോ സാറേ, ഫസ്റ്റ് വന്ന ഈ അയൽവാസികളൊക്കെ ആണെന്നുള്ളത്. ഇപ്പം അതേപോലെ ഞാൻ കേട്ടു ഇതിൻ്റെ ഇടയിൽ ഉമ്മ പറഞ്ഞതാണോ സാറ് പറഞ്ഞതാണോ എന്നറിയില്ല, ടോക്കിൻ്റെ ഇടയിൽ കേട്ടൊരു കാര്യമാണ്, ഓരോ നമ്പർ എഴുതി വെച്ചിട്ട് അവർക്ക് വിളിച്ച് ചോദിക്കും ബോട്ടിലുണ്ട്. അങ്ങനെ ഒരു ടൈം പീരീഡ് ഉണ്ടായി. അതായത് തുടക്കത്തിൽ നമ്മൾ ഒരു ദിവസം ഓർഡർ എടുക്കുകയും ചെയ്യാം. ഒരാൾ തുടർന്ന് നമ്മൾ ഫോണിൽ ഓർഡർ എടുക്കും. ആഴ്ചയിൽ വെള്ളിയാഴ്ച എണ്ണ കാച്ചുന്നുണ്ട്, വേണ്ട ആളുകൾ ഈ വെള്ളിയാഴ്ച ആണ് അന്ന് കാച്ചുന്ന ദിവസം വെള്ളിയാഴ്ച കാച്ചുന്നുണ്ട്, അപ്പോൾ വേണ്ട ആളുകൾ പറയിട്ടാന്ന് പറയുമ്പോൾ നമ്മൾ ഓർഡേഴ്സ് എടുത്തു വെക്കും. അപ്പോൾ അന്ന് എണ്ണ കാച്ചുമ്പോൾ ചിലപ്പോൾ ഒരു 10 ബോട്ടിൽ 8 ബോട്ടിലൊക്കെ അധികം ഉണ്ടാവും എണ്ണ കാച്ചി കഴിയുമ്പോൾ. അപ്പോൾ അന്ന് കസ്റ്റമറെ വിളിച്ചവരോട് വിളിച്ച് ചോദിക്കും ഇങ്ങനെ 8 ബോട്ടിലുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും 1-2 ഏറെ കൂടുതൽ വേണോ എന്ന് പറയുമ്പോൾ അവർ പറയും എന്നാൽ എനിക്ക് ഒരു 2 ഉള്ളത് 3 വെച്ചാൽ എന്ന് പറയും. പിന്നെ ഉമ്മ അന്ന് യൂസ് ചെയ്യുന്നത് നിങ്ങൾ 4 ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ 1 ഫ്രീ തരാം എന്നൊക്കെ പറയും. കാരണം ഉമ്മ അന്ന് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ഡിസ്കൗണ്ട് കൊടുക്കും. ഉമ്മാൻ്റെ ഒരു ശൈലിയാണ്. ഉമ്മാക്ക് എന്താ വെച്ചാൽ പ്രോപ്പർ ബിസിനസ് ആയിട്ട് ഉമ്മ കണ്ടിട്ടില്ല. ഇത് ആവശ്യക്കാരന് എന്താവണം എത്തിക്കാൻ പറ്റണം എന്നാണ് ഉമ്മ ചിന്തിക്കാറ്. യൂസ് ചെയ്തവർ വീണ്ടും വീണ്ടും മേടിക്കാറ്. ഞങ്ങൾ തുടക്കകാലത്തുള്ള കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട്. കാരണം റെഗുലറായിട്ട് എയർ ഓയിൽ ചെയ്യാന്നുള്ളത് ശീലമായ ആളുകളാണ്, അവരിപ്പോഴും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ഉമ്മ ഒരു നെയ്യത്തിൽ അത് ചെയ്യുന്നത്. ഉമ്മ അതിൻ്റെ പച്ചമരുന്ന് ഞാൻ പറയല്ലോ, ഒരു മരുന്ന് കിട്ടിയില്ലെങ്കിൽ അന്ന് എണ്ണ കാച്ചൂല. അതിന് എല്ലാ സ്റ്റാഫ് വന്നൊക്കെ റെഡിയാണ്. ഒറ്റ മരുന്ന് വന്നത് അല്ലെങ്കിൽ നമുക്ക് ലോഡ് വന്നതോ നമ്മളിത് കൊണ്ടുവന്നതോ അത് ഫ്രഷ് അല്ല, അല്ലെങ്കിൽ അതിൻ്റെ അത് അരച്ച് കഴിഞ്ഞാൽ നീര് കിട്ടൂല. പച്ചമരുന്നായ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒന്നും ഉണക്കലോ അല്ലെങ്കിൽ അതിൻ്റെ പൊടി രൂപം ഒന്നുമല്ല. പച്ചയായ രൂപമാകുമ്പോൾ ചിലപ്പോൾ ലോഡ് വന്ന് അന്ന് രാത്രി അവർ നനക്കാൻ വിട്ടുപോയിട്ടുള്ള പിറ്റേ ദിവസം ചെറിയൊരു ചെയ്യുന്ന പോലത്തെ സിസ്റ്റം ഒന്നും മരുന്ന് ഉപയോഗിക്കണ്ട. നമുക്ക് ഇന്നിപ്പോൾ ഒരു സ്റ്റാഫിന് നാളത്തേക്കാക്കാം, ഇന്ന് വേറെ എന്തെങ്കിലും വർക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. കാരണം അത്ര പേടിയാണ് ഉമ്മാക്ക്. ഇപ്പോൾ പറഞ്ഞത് പിന്നെ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളൊരു പൈസ മേടിച്ച് കൊടുക്കുമ്പോൾ അത് ഉറപ്പ് വരുത്താൻ പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര. ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഇന്ന് ലാസ്റ്റ് പ്രൊഡക്ഷൻ വെളിച്ചെണ്ണയുടെ വില 295 രൂപയാണ്. പക്ഷെ 140 വെളിച്ചെണ്ണ കിട്ടാണ്ട് പാക്കഡ്. ഉമ്മ വാങ്ങൂല. ഉമ്മ എഗ്രിമെൻ്റ് ചെയ്താലേ ഉമ്മ നേരിട്ട് പോയിട്ട് പരിചയമുള്ള മില്ലുകളുണ്ട്, അവിടെ നിന്ന് അവിടെ പോയി കണ്ടിട്ടേ ഉമ്മ വാങ്ങുള്ളൂ. അത് ഉമ്മാക്ക് ഈ പറഞ്ഞ പോലെ അന്ന് മുതലേ ഉള്ള 5 കിലോയിൽ തുടങ്ങിയതാണ്. ഇന്ന് നമ്മൾ അത്രയും വലിയ ക്വാണ്ടിറ്റി നമ്മൾ ഒരു 2500 കിലോൻ്റെ മുകളിൽ വരെ നമ്മൾ കാച്ചുന്നുണ്ട്. അപ്പം അത് ആ ഉമ്മ കൊടുക്കുന്ന ഒരു അതിന് കൊടുക്കുന്ന ഒരു ഇതാണ് ഉമ്മയുടെ മനസ്സെന്നുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഏജിലും ഞാനൊന്നുമല്ല, ഉമ്മ ഓടുന്നതിൻ്റെ ഒരു
10-20% പോലും ഞങ്ങൾക്കൊന്നും ഫോളോ ചെയ്തെത്താൻ പറ്റില്ല. അത്രയ്ക്ക് ഉമ്മാൻ്റെ ഉള്ളിലുള്ള ഒരു സ്ട്രെങ്ത്താണ് ഞാനിതിലേക്ക് ഇത്രയും ഫോക്കസ് ഉമ്മയോട് സംസാരിക്കുമ്പോൾ തന്നെ കറക്റ്റ് മനസ്സിലാവും. പൊട്ടൻഷ്യലി അത്രയും നമ്മളോട് എന്താ പറയാ ഒരു 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 ക്ലയന്റിനോട് സംസാരിക്കുന്നവരല്ല, നമ്മളെ വീട്ടിലുള്ള ഒരാളോടാണ് ഒരു ഉമ്മ എല്ലാവരോടും സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഉമ്മ തുടക്കകാലത്തൊക്കെ ആർക്കും ആരോട് പരിചയപ്പെട്ടാലും ഉമ്മ അവർക്ക് പരിചയപ്പെടുന്നത് ഒരു ഓയിൽ കൊടുത്തിട്ടായിരുന്നു. നിങ്ങളിത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇന്നോട്ട് റിസൾട്ട് പറഞ്ഞത് ഗുണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഏത് ചെയ്ത ആളോടും പേഴ്സണലി ചോദിക്കാം. നമ്മൾ അവർക്ക് ഹെയർ ഓയിൽ അയച്ചു കൊടുത്ത് അവർ അത് ഉമ്മ വിളിച്ച് പറയുന്നത്, ഉമ്മ ഡയറക്റ്റ് അവർ വിളിക്കും. എന്ത് വലിയ നമ്മൾ ഒരുപാട് വലിയ ആളുകളെ കൊണ്ടൊക്കെ വീഡിയോ ചെയ്യിച്ചിട്ടുണ്ട്. അവരൊക്കെ ഉമ്മ ഡയറക്റ്റ് വിളിച്ച് പറയും, എനിക്ക് നിങ്ങളെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല, അതൊക്കെ മോൻ സംസാരിക്കും, പക്ഷെ നിങ്ങളിതൊരു 2 ആഴ്ച ഉപയോഗിക്കണം. എന്തെങ്കിലും മുടി കൊഴിച്ചിലാണെങ്കിലും ഉറക്കക്കുറവിലാണെങ്കിലും എന്തെങ്കിലും റിസൾട്ട് ഫീൽ ചെയ്താൽ നിങ്ങൾ ചെയ്താൽ മതി. അതാണ് എനിക്കൊരു കാരണം ഉമ്മ പറയുന്നത് എന്താ വെച്ചാൽ, അവരിത് കാണുന്നവർ മാത്രമല്ല, അവർക്കൊരു സർക്കിൾ ഉണ്ടാവും. അവർ വന്ന് ചോദിക്കണേ നിങ്ങളത് ചെയ്തിരുന്നല്ലോ, അത് ഞാൻ പരസ്യം ചെയ്തതാണെന്ന് പറയരുത്, അവനക്കൊരു അത് റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്നതാണ് ഉമ്മാക്ക് സന്തോഷം. അതായത് ഉമ്മ ഒരിക്കലും ബിസിനസ്സിൻ്റെ വോളിയം കൂട്ടാനേ നോക്കിയിട്ടില്ല, അത് ഉള്ളത് എങ്ങനെ ഒരുപോലെ കൊടുക്കാൻ പറ്റും. അന്നും നമ്മൾ 5 ലിറ്റർ കാച്ചുന്ന അന്നും ഇന്നും ഉമ്മ ഉറപ്പ് വരുത്താറ് ഇതിനുള്ള മരുന്നുകളൊക്കെ എവിടുന്ന് കിട്ടും, ഇനി ക്വാളിറ്റിയും കൂടിയ മരുന്നുകൾ എവിടുന്ന് കിട്ടും, അതിൻ്റെ റിസർച്ചാണ് ചെയ്യാറ്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ ബിസിനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. ഇനിയൊരു ഇപ്പം സാർ ഇപ്പം ബിസിനസ്സിൽ സക്സസ് ആയ ഒരു വഴി പറഞ്ഞല്ലോ, പുതിയതായിട്ട് കടന്നു വരുന്നവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം ആദ്യമാണ്, എയിം വേണം. നമ്മളെ പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മളങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് എവിടെ പ്ലേസ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഫസ്റ്റ് തോട്ട് വേണം. ഈ ഇപ്പം നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാന്നുള്ള മാത്രം സോഴ്സിലാണെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്നൊരു നമുക്ക് ഒരു 5000 ബോട്ടിലോ 1000 ബോട്ടിലോ വിറ്റിട്ട് ആ പൈസ മതി എന്ന് ചിന്തിക്കുകയാണ്. സാർ നേരത്തെ പറഞ്ഞു നമുക്ക് 150-ന് വെളിച്ചെണ്ണ കിട്ടാല്ലേ, നമുക്ക് എനിക്ക് ഇതിൻ്റെ എന്താ പറയുക ഒരു റിസ്ക്കും ഇല്ല. അതായത് ആരും അറിയുന്നില്ല, നമ്മളെ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ പ്രൊഡക്ഷന് അത്രയും അഷ്യൂരിറ്റി കൊടുക്കുന്നത്. അല്ലെങ്കിൽ 150-ന് വെളിച്ചെണ്ണ എടുത്ത് ചെയ്യാം. ഇന്ന് എള്ളെണ്ണയുടെ വില 400 രൂപ. 400 രൂപയ്ക്ക് എള്ളെണ്ണ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മളൊരു റേഷ്യോ ആണ്, എള്ളെണ്ണ വെളിച്ചെണ്ണയുടെ ഒരു സ്പെഷ്യൽ റേഷ്യോയിലാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൈസിങ് ഒക്കെ കുറക്കുക, പച്ചമരുന്നിൻ്റെ വോളിയം കുറക്കുക. ഇതിൽ പറയുന്ന പോലെ മാർക്കറ്റിൽ എല്ലാ മരുന്നിൻ്റെ പൊടികളും അവൈലബിൾ ആണ്, അതിൻ്റെ വോളിയം കൊടുക്കുക. അപ്പോൾ അതൊക്കെ ക്വാളിറ്റിനെ ബാധിക്കും. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി 2 പ്രോഡക്റ്റ് ഇനീഷ്യലി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു ഹെർബൽ ഷാമ്പു ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 4 ഇയറായി ഞങ്ങൾ അതിൻ്റെ പുറകിൽ. ഇന്നൊരു ഷാമ്പു ഏതൊരു കമ്പനിക്ക് ഒരു പ്രൈവറ്റ് ലാബിലേക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാനും മാക്സിമം 2 മന്ത് സമയം മതി. നമുക്ക് അത്രയും അവൈലബിൾ ആണെന്ന് മാർക്കറ്റിൽ. പക്ഷെ ഉമ്മ പറയുന്നത് ഈ ഓയിലിൻ്റെ ഗുണം നഷ്ടപ്പെടരുത്, അതിനുള്ള വിശ്വാസം പോകരുത്, അതിന് ഗുണം അതിന് സപ്പോർട്ടീവായിട്ടാണ് നമ്മൾ ഷാമ്പു ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയം എടുത്ത് ഞങ്ങൾ ആദ്യം 50 പീസ് ഉണ്ടാക്കും, നമ്മൾ അറിയുന്നവർക്കും നമ്മൾ റിലേറ്റീവ്സിനും കൊടുക്കും, പിന്നെ 100 പീസ് ഉണ്ടാക്കും. അങ്ങനെ മാസീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക്സ് എടുത്തിട്ടാണ് ഫൈനൽ പ്രൊഡക്റ്റ് നമുക്കിനി ഇറക്കാം എന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് R&D ഡിപ്പാർട്ട്മെൻറ്റിലുപരി ഉമ്മാക്കൊരു അഷ്വറൻസ് വന്നാലേ ഉമ്മ എന്ത് ചെയ്യുള്ളൂ, മാർക്കറ്റിൽ ഇറക്കുക എന്നുള്ളത് ഡിസൈഡ് ചെയ്യുള്ളൂ. അതേപോലെയാണ് ഇപ്പം ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം സ്റ്റഡി ചെയ്യണം എന്ത്. പക്ഷേ ചില കാര്യങ്ങൾക്ക് പല രീതിയിൽ ബിസിനസ്സിൽ എത്തുന്നവരുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഫാമിലി ബിസിനസ് ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കണം, അവർക്കൊക്കെ കറക്റ്റ് വഴി ഉണ്ടാവും എങ്ങനെ ഇത് കൊണ്ടുപോകണം എന്നുള്ളത്. അവിടുന്ന് എന്താ ഒരു ഇന്നോവേറ്റീവായി ചെയ്യണം എന്നുള്ളത് അവർക്ക് നോക്കണ്ടു. ഞാനൊക്കെ തുടങ്ങുന്ന ഞാനും ഉമ്മ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്നും നമുക്കൊരു പ്രോപ്പർ പ്ലാനൊന്നുമില്ല, അന്ന് അതിനുള്ള സാഹചര്യം ഇല്ല. ഈ പറഞ്ഞ പോലെ അന്ന് ഞങ്ങൾ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെ മിഥുനത്തിൻ്റെ മോഹൻലാൽ നടക്കുന്ന പോലെ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ആദ്യം ഒരുപാട് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. അത് രജിസ്ട്രേഷൻ്റെ മേഖലയാണെങ്കിൽ അല്ലേ, രജിസ്ട്രേഷൻ നമ്മളെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ അറിവില്ലായ്മ ചൂഷണം ചെയ്തതോ ആവാം. ഒരുപാട് പൈസ പോയിട്ടുണ്ട്, ഒരുപാട് പൈസ പോയിട്ടുണ്ട്. അത് ആദ്യം ഫാക്ടറി തുടങ്ങും, അതിൻ്റെ പേപ്പർ വർക്കൊക്കെ ക്ലിയർ ചെയ്ത് നമ്മളതിൻ്റെ പുറകെ ഓടുമ്പോൾ പറയും അതിന് ഇന്ന കാരണമുണ്ട്, അത് അവിടെ കിട്ടൂല. ഞാൻ അങ്ങനെ പറയാത്തൊരു ഇൻസിഡൻറ്റാണ്, പക്ഷേ ഭയങ്കര വേദനിച്ചൊരു കാര്യമുണ്ട്. ഒന്ന് ഞങ്ങളിതിൻ്റെ ലൈസൻസ് ആവശ്യാർത്ഥ ഒരു ഓഫീസറെ കാണാൻ പോയി. ആളാണ് ആ ലൈസൻസ്
ഇഷ്യൂ ചെയ്ത് തരുന്ന ഒരാളാണ്. ഓക്കെ. അന്ന് കാണാൻ പോകുമ്പോൾ അന്ന് ഇവിടെ കേരളത്തിൽ വലിയ പ്ലാൻസ് ഒന്നുമില്ല, വലിയ ബ്രാൻഡുകളല്ലാത്ത ഇങ്ങനത്തെ സ്റ്റാർട്ടപ്സ് ഒന്നുമില്ല. ഓക്കെ. ഉമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് ഇയറിലാണ് ഏകദേശം? എനിക്കൊരു 2015-16 ഇയറിലാണ്. ഓക്കെ. ആ സമയത്ത് ഞങ്ങൾ പോകുമ്പോൾ ഉമ്മ ചോദിച്ചു, ഞാനന്ന് 7th 8th പോകുന്നത്. ഓ, അപ്പോൾ അന്ന് ഉമ്മ പോയിട്ട് ഞാനും ഉമ്മയും ഒരു കസിനും കൂടെ പോയിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞാൽ 1200 സ്ക്വയർ ഫീറ്റിൽ ഒരു പ്ലാന്റ് വേണം, അതാണ് ഇതിൻ്റെ മാനദണ്ഡം. ഓക്കെ. അപ്പോൾ നമ്മൾ 1200 സ്ക്വയർ ഫീറ്റിൽ ഒരു പ്ലാന്റ് പോലെ ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചർ ആക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് ആൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു, ഇതിനൊന്നും ലൈസൻസ് കിട്ടൂല, ആ, നിങ്ങളിതിനൊന്നും മെനക്കെടണ്ട, നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കാനില്ലാതെ ഇതിനൊന്നും വെറുതെ. ഇതൊക്കെ വലിയ വലിയ അന്ന് 2-3 ബ്രാൻഡിൻ്റെ പേരുകൾ പറഞ്ഞു. ഇന്ന് ഭയങ്കര മില്യൺ ടേൺ ഓവറുള്ള കമ്പനികളാണ്. അവരൊക്കെ ഇടയിലൊന്നും നിങ്ങൾക്ക് ഇതായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഇതിനൊന്നും വെറുതെ ഡൗൺ ആക്കി. അതായത് ഒന്നാമത് ഞാൻ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയലില്ല, ഈ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു ലേഡി ഓണ്ടർപ്രണർ അന്നൊന്നും ഇല്ല, വളരെ റയറായിട്ട് വരുന്നു. അന്നൊന്നും ശരിക്കും കരഞ്ഞിട്ടുണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ പറഞ്ഞിട്ട് അതിന് വഴി പോലും അവിടെ കിട്ടൂലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊരു ഓപ്ഷൻ പറഞ്ഞു തന്നെ. നമ്മളെല്ലാ എന്താ പറയുക, ഒരാള് വലിയൊരു മനസ്സിൽ ഒരു സ്വപ്നം കണ്ടതുണ്ടാവും. ഉമ്മ അന്ന് കണ്ടിരുന്ന അല്ലെങ്കിൽ അന്ന് എന്നോട് പറയാറുള്ള ഓരോ കാര്യങ്ങളാണ് അൽഹംദുലില്ലാഹ് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിറവേറിക്കൊണ്ടിരിക്കുന്നത്. വാശിയായി പിന്നെ അല്ലേ? അന്ന് ഉമ്മക്ക് വാശിയായി. അപ്പം ഉമ്മ അവിടെ നിന്ന് പിന്നെ സ്ട്രേറ്റിൽ ഞങ്ങൾ പോകുന്നത് ഇനി കേരളത്തിൽ കിട്ടൂല, അതുകൊണ്ട് നമുക്ക് പുറത്ത് പോയേക്കാൻ തന്നെ തമിഴ്നാട്ടിലേക്കാണ്. അന്ന് പളനിയിൽ പോയിട്ട് എന്താ പറയുക, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ അരിയൊക്കെ വാങ്ങിച്ചിട്ട് വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് ഞങ്ങൾ പോവാം. പളനിയിൽ ആരുമില്ല, അവിടെ എന്ത് ചെയ്യണം എന്നറിയില്ല. അവിടെ പോയാൽ നോക്കാൻ പറ്റുമെന്ന് അറിയാം. അവിടെ ഏതോ ഒരു ആള് മുഖേന അവിടെ ഒരാളുണ്ട്, അവളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കോള് മാത്രമേ, നേരിട്ട് പോലും കാണാത്ത ഫോണിൽ സംസാരിച്ച് പരിചയത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ പോകുന്നത്. അവിടെ പോയി അവരോട് സംസാരിച്ച് എനിക്ക് തോന്നുന്നു ഒരു 4 ദിവസം കൊണ്ട് ഞങ്ങൾ ആ ലൈസൻസിൻ്റെ ബാക്കി പ്രൊസീജിയർ എന്തൊക്കെയെന്ന് പഠിച്ചു. പക്ഷെ അത്യാവശ്യം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വരും. അതിൻ്റെ തുടക്കാർത്ഥം അവിടെയും എന്തൊരു ചെറിയൊരു പ്ലാന്റ് നമ്മൾ ലീസിനെടുത്തു. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ പ്രളയത്തിൻ്റെ അവിടുത്തെ ഒരു മഴയുടെ പ്രശ്നങ്ങൾ വരുന്നതും ആ നിൽക്കുന്ന ഏരിയ ഒക്കെ മൊത്തമായിട്ട് ഓൾറെഡി ഞങ്ങൾ പ്ലാൻ എടുത്തു. ഞങ്ങൾ അതിൻ്റെ ലൈസൻസിൻ്റെ ആവശ്യത്തിന് അടുത്ത ഒരു പൈസ അവർക്ക് അഡ്വാൻസ് എന്ന രീതിയിൽ ഒരു എമൗണ്ട് കൊടുത്തു. ആ പൈസ ഫുള്ള് പോയി. വീണ്ടും എന്താ പറയുക, പ്ലസ് അല്ല, നമ്മൾ സീറോയിൽ പോകുന്നിടത്തുനിന്ന് വീണ്ടും മൈനസിലേക്ക് വരുന്നത്. അപ്പം സാറിന് തോന്നിയിരുന്നോ ഇത് നമുക്ക് ഡ്രോബാക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാൻ പ്ലാൻ എന്നുള്ളത്? പല തവണകളായിട്ട് ഒരുപാട് ഒരു ഫെയിലിയർ 2 ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ സ്റ്റോറീസിൽ. പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു വെളിച്ചം കാണുമ്പോൾ പിന്നെ ആ വെളിച്ചത്തിന് മകളുടെ ഒരു ഇട്ട് വരുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറയും, ഉമ്മ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പോയി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട്, കാരണം ഇനി പോയ ഫണ്ടൊക്കെ റിട്ടേൺ വരണല്ലോ, അത്രത്തോളം ഫണ്ട് ഇനി പുതിയ സ്വരൂപിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ. അത് പുറത്തുനിന്ന് ഇൻവെസ്റ്റർ ഇല്ല, പുതിയതായി കയ്യിൽ നിന്ന് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഉമ്മ പറയും, അല്ല മുത്തു അത് റെഡി ആവും. ഉമ്മയാണ് അപ്പോഴും പൊട്ടൻഷ്യലി. ഉമ്മയുടെ ഞാൻ പറഞ്ഞല്ലോ, ഉമ്മ ഫ്രണ്ടിൽ ഇല്ലെങ്കിൽ എന്നോ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കൊന്നുമില്ല, അതെന്നോ സ്റ്റോപ്പ് ചെയ്തിട്ട് നിന്നിട്ടുണ്ടാവും. ഉമ്മ അപ്പോഴും പറയില്ല ഞാൻ പൈസ തരാം. ഉമ്മ പറയും ഞാൻ റെഡി ആയിക്കോളാം പൈസ, ഈ അടുത്ത എന്താ വേണ്ടത് നോക്കുന്നു പറയും. ഒരുപാട് പേര് ഇപ്പം ഞാൻ പറയുന്ന പോലെ ഒരുപാട് ഇപ്പം നമ്മൾ തുടക്കകാലത്തിലാണെങ്കിലും തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കളിയാക്കിയ ആളുകളുണ്ട്. എണ്ണ കച്ചവടമാണ്, തൈല കച്ചവടമാണ്, പിടിച്ചു കൊണ്ടുപോകും. എനിക്ക് അന്നൊക്കെ ഇന്നത്തെ ആളുകൾക്ക് അതറിയില്ല ഇവരെന്തുകൊണ്ട്. ഞങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഞങ്ങളെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ഞങ്ങളെ ബിസിനസ്സിലേക്ക് അറിയിച്ചത്. ഉമ്മാനെ വിലങ്ങിട്ട് കൊണ്ടുപോകും. അവരിപ്പോൾ ആ ബിസിനസ് വെച്ചിട്ട് ഇപ്പോൾ ഒരു വലിയ ധാവാൻ നോക്കുന്നതാണ്, അതൊക്കെ ഇപ്പോൾ നിൽക്കും എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ പിടിച്ച് തള്ളാൻ ഞാൻ മതിയല്ലോ. അന്ന് ഉമ്മ എന്ത് ചെയ്യും, ഒരു അങ്ങനെ എന്തെങ്കിലും പറയാം, ഇൻഷാ അല്ലാഹ് ഞാനൊന്നും കട്ടിട്ടൊന്നും ജീവിക്കണില്ലല്ലോ, ഞാനൊരു ബിസിനസ് എൻ്റെ ഒരു ആഗ്രഹം ഉയർത്തി കൊണ്ടുവരികയാണ്, എന്നിട്ട് അവർക്കും ഒരു ഓയിൽ അപ്പ് കൊടുക്കും, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് അൽഹംദുലില്ലാഹ് അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർ നമ്മളെ എന്താ പറയുക ഇവിടെ വരെ എത്തിച്ചല്ലോ. അല്ലെങ്കിൽ ഉമ്മ ഞാനും എന്ന് പറഞ്ഞ നമ്മൾ ചില വാക്കുകൾ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ പല മൂവീസ് ആണെങ്കിലും അല്ലെങ്കിൽ പല ആളുകൾ സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പോയ ഞാൻ ഇപ്പം ഈ ഒരു പോഡ്കാസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീല് വരിക. ഭയങ്കരമായിട്ട്
ഈ ഒരു സക്സസ് ജേണിയിലേക്ക് വരുന്ന ഓരോ പോയിന്റ്? ഞാനിപ്പോഴും സക്സസ്ഫുൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാത്ത ആളാണ്. കാരണം ഞാൻ ഇനി എത്തേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാനിപ്പോഴും ഇപ്പം ഞങ്ങൾ അഭിമാനിക്കുന്ന ഒരു കാര്യം, ഞാനും ഉമ്മയും, എൻ്റെ ഉമ്മ എണ്ണ കാച്ചി സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാനും ഉമ്മയും അത് ഇരുന്നിട്ട് രാത്രി 3 മണി 4 മണി വരെയൊക്കെ ഞങ്ങളൊരു റൂം, അന്ന് വീട്ടിൽ അഴകിയ റൂം എന്നിട്ട് റൂം തന്നെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി. അവിടെ ഇരുന്ന് നാളത്തിൽ നിറച്ച് അത് ഉമ്മ ടൈറ്റ് ചെയ്യും, ബോട്ടിലിൻ്റെ മൂടി, ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച്. അന്ന് ബോക്സോ ഇന്ന് നിങ്ങൾ കാണുന്ന അഴകിയുടെ പാക്കേജിങ് ഒന്നുമില്ല, സാധാരണ ഒരു തൈലക്കുപ്പി, അതൊരു നോർമൽ ബോട്ടിൽ ചെയ്ത് അത് ഇങ്ങനെ നമ്മൾ അടക്കി ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അടക്കി ഇങ്ങനെ വെച്ചിരുന്ന ഒരു പ്രൊഡക്റ്റ്. ഇന്ന് അൽഹംദുലില്ലാ GCCയിലെ എല്ലാ കൺട്രീസിലും, ഈവൻ ലുലുവിലും മറ്റു വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ ഷെൽഫിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അൽഹംദുലില്ലാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താ പറയുക, ആ ബോട്ടിൽ ഇങ്ങനെ പിടിച്ച് കളിയാക്കിയതിന് മുന്നിൽ ഇന്ന് നമ്മൾ ലുലുവിൽ കണ്ടിട്ടാ, നെസ്റ്റോയിൽ കണ്ടിട്ടാ, അല്ലെങ്കിൽ മദീനയിൽ കണ്ടിട്ടാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആഡ് കണ്ട് അവർ സോഷ്യൽ മീഡിയ എടുത്താലും എന്തോരം ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടാ ചെയ്യിപ്പിച്ചേ. നമ്മൾ അത്രയും ചെയ്ത് ഇപ്പോൾ ആളുകൾക്ക്, കാരണം കുറേ ആളുകൾ ചോദിക്കുന്നത് പരസ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് മാർക്കറ്റിങ്ങൾ ഇങ്ങനെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് ചോദിക്കും. ഇത്രയൊക്കെ വീഡിയോ ചെയ്തിട്ടും എനിക്ക് ഡെയിലി കോൾസ് വരാറുണ്ട്, എവിടെ കിട്ടുക. കാരണം പല ആളുകൾക്കും പല രീതിയിലാണ് ഹെയറിൻ്റെ കാര്യങ്ങൾ. പക്ഷെ ഇതൊരു ഇമോഷനാണ്. ഹെയർ എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഇമോഷനാണ്. അത് അവർക്ക്, എനിക്ക് ഇന്നലെ ഒരു കോൾ വന്നു, ആളെന്നോട് പറഞ്ഞത് എൻ്റെ മുടി നരക്കുന്നുണ്ട് ചെറുതായിട്ട്, പക്ഷെ അത് പ്രോബ്ലം ഇല്ല, പക്ഷെ കൊഴിയുന്നുണ്ട്, അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അപ്പം ഇങ്ങനെ നമ്മൾ പറയുന്ന പോലെ നിങ്ങളൊരു 4 മന്ത് കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് വിസിബിളായ റിസൾട്ട് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ആൾ പറഞ്ഞു നരക്കുന്നത് ഓൾറെഡി നരച്ചത് മാറൂല, പക്ഷേ ഇനിയുള്ളതൊന്നും എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആൾക്ക് ഡീറ്റെയിൽ പറഞ്ഞപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, അതായത് ഈ പ്രവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. നമ്മൾ ചില ആൾക്കാർ വീഡിയോ ചോദിക്കുക എന്താ ഈ പ്രവാസികളെ ടാർഗറ്റ് ചെയ്യുന്നത്? അങ്ങനെയല്ല, അതായത് എല്ലാം വീടും ഒക്കെ വിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ജോലിയിലും അത്രയും പ്രഷറാണ്. അതിൻ്റെ കൂടെ ഇവിടുത്തെ വെള്ളം, നമ്മൾ മുടി ടേക്ക് കെയർ ചെയ്യുന്നിടത്താണ് എന്ത് അവയവം, നമുക്കിപ്പോൾ എന്ത് ശരീരത്തിലും നമ്മളെങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു, നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനത്തെ മെഡിസിൻസോ ഡ്രിങ്ക്സോ ഒന്നും കുടിക്കരുത്, കിഡ്നി പോകുമെന്ന് പറയാൻ കാരണം അത് കിഡ്നി ഹാംഫുള്ളാണ്. അതുപോലെ അത് തന്നെയാണ് ഹെയറൊക്കെ, അത് നമ്മളെങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ലൈഫ് ലോങ് നമുക്കത് കിട്ടുക. ഉമ്മ പറയും നഖത്തിനും മുടിക്കൊന്നും 16 എൻ്റെ ഉമ്മ പറയാം. കാരണം അത് വളർന്നുകൊണ്ടേയിരിക്കും, അത് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് സ്റ്റേ ആയിട്ട് നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ആ 22 വയസ്സായി 23 വയസ്സായ പയ്യന്മാർ എന്നെ വിളിച്ചിരിക്കാൻ, ഞാൻ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ, മുള്ളു കൊഴിഞ്ഞു പോകുന്നു, എനിക്ക് നാട്ടിലുണ്ടായ ഒരു പ്രശ്നം, അത് ഇവിടുത്തെ പ്രോബ്ലമാണ്. വെള്ളത്തിൻ്റെ അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷെ ഞാൻ കൊടുക്കുന്ന മാജിക് മരുന്നൊന്നുമല്ല, ഞാൻ കൊടുക്കുന്നത് പച്ചമരുന്നിൽ ഉണ്ടാക്കിയിട്ട് അത് അവരെ മുടി ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണ് കൊടുക്കുന്നത്. പക്ഷെ ഇതിലൊരു മാജിക് എന്ന് പറയുന്ന സംഭവമുണ്ട്, മനസ്സറിഞ്ഞ് ഉണ്ടാക്കാന്ന് പറയുന്ന സംഭവം. അത് എന്താ പറയുക, മാജിക്കാണ്. കാരണം അത് ആളുകൾക്ക് ഉപകാരപ്പെടണം. ഇന്ന് 1000-ത്തിലല്ല ബ്രാൻഡുകളുള്ളത് സത്യം ലോകത്ത്. എന്തുകൊണ്ട് നിങ്ങൾ അഴകിയെടുക്കണം എന്ന് സത്യം ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ പറയുന്നത് ഇന്ന് തേച്ചാൽ നിങ്ങൾക്ക് നാളെ റിസൾട്ട് കാണും എന്നൊരു അവകാശവാദം നമുക്കില്ല. എന്ത് ആയുർവേദ കെമിക്കൽസ് വരുമ്പോഴാണ് റിസൾട്ട്. ഇത് പ്യുവർലി ആയുർവേദിക്കാണ്. ഇത് നമ്മൾ പറയുന്നത് ഈവൻ 6 മാസമായി കുട്ടി മുതൽ ആർക്കും ഉപയോഗിക്കാമെന്ന് പറയുന്നത് നമ്മളെ കുടുംബത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. നമ്മളെ സിസ്റ്റർ കുട്ടിക്കാണെങ്കിലൊക്കെ അത്രയും ചെറുപ്പം മുതൽ ഉപയോഗിക്കുന്നത് അത് നമ്മളെ ധൈര്യം കൊണ്ടാണ്. ഞങ്ങൾ എന്താണോ തേക്കുന്നത് അതാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ധൈര്യമാണ്, അല്ലാതെ ഒന്നുമല്ല. നമ്മൾ ഉപയോഗിച്ചിട്ടിപ്പോൾ 21 വർഷമായിട്ട് കൈകൊണ്ട് മാനുഫാക്ചർ ചെയ്ത് കൈകൊണ്ട് കൂട്ടുകൾ കൂട്ടുന്ന ഉമ്മാക്ക് അറിയാൻ പറ്റും ഇതിലെന്തൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരുത്തണം, ഏത് സീസണിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളതുകൊണ്ടല്ല എക്സ്പീരിയൻസ്ഡ് ആളുകളെ പറയുന്നത്. പിന്നെ കൈ കൊണ്ടാണ് ഇപ്പോഴും, ഉമ്മാൻ്റെ കൈ തട്ടാതെ ഒരു ബോട്ടിൽ ഓയിൽ പോലും ലോകത്ത് എവിടെയും വരുന്നില്ല. അത് ഇന്നിപ്പോൾ ഉമ്മ നാട്ടിലാണുള്ളത്, ഉമ്മ പ്രൊഡക്ഷന് വേണ്ടി പോയതാണ്. ആ പ്രൊഡക്ഷൻ കഴിയുമ്പോൾ ഇൻഷാല്ലാ ഉമ്മ ഇങ്ങോട്ട് വരും, ഇവിടുത്തെ എന്തെങ്കിലും മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉമ്മ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. ഇൻഷാല്ലാ 5 കിലോയിൽ തുടങ്ങിയത് ഇന്ന് ഇനി എത്ര വലിയ ക്വാണ്ടിറ്റിയിലെത്തിയാലും അതേ ക്വാളിറ്റി നിലനിർത്താൻ നമുക്ക് പറ്റട്ടെ എന്നുള്ളൊരു ഒരു പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ. ഇപ്പം UAE ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? UAE ഇപ്പോൾ റീസെൻ്റായിട്ട് ഇൻഷാല്ലാ ഒരു 3 മാസമായി നമ്മളൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നമുക്ക് ഭയങ്കര ഒരു
പ്രൗഡ് മൂമെൻ്റാണ്. നമ്മളൊരു ബ്രാൻഡ് ഇവിടെ യു എയിൽ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുക, അത് എല്ലാ GCC കൺട്രീസിലും പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡ് മൂമെന്റ്. ആ ഒരു വന്ന സ്റ്റേജിൽ നിന്ന് ഇന്ന് എവിടെ എത്തുന്നു നോക്കും. കാരണം ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്താലും ഞാനത് നിങ്ങളോട് പറയുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആർക്കും അത് കഥ മാത്രമാണ്. സത്യം അല്ലെ സാർ ഇപ്പൊ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സാറിനത് ആ ഒരു എനിക്കത്, അതായത് ഞാൻ എല്ലാവരോടും പറയും, ഞാൻ എന്ത് ഇതിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്കത് കഥ മാത്രമാണ് കേൾക്കുന്നത്, പക്ഷെ ഇതിന്റെ റിയാലിറ്റി അപ്പോഴും കണ്ണിൽ കാണുന്നതാണ് ഞാനും ഉമ്മൊക്കെ പോകുന്നത്. കാരണം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അത്രയും നമ്മൾ പറഞ്ഞ പോലെ ഫെയിലിയേഴ്സ് അത്രയും വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ വന്നിട്ടാണെങ്കിലും അതിന് മുന്നേ ഓരോ സ്റ്റേജിലും. പക്ഷെ ഇൻഷാല്ല ഉമ്മ എന്ന് പറയും അള്ളാ ആരെങ്കിലും നിമിത്തം പോലെ കൊണ്ടുവരും. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഓരോ സ്റ്റേജിലും ഓരോ നെക്സ്റ്റ് സ്റ്റെപ്പിലും ഓരോ നിമിത്തങ്ങളായിട്ട് ഓരോരുത്തർ വരാറും അതിനെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പ്രൊഡക്റ്റാണ് ഇപ്പം സാർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. 2 സെക്ടേഴ്സ് ഉണ്ട്, സർവീസ് സെക്ടറും ഉണ്ട്, പ്രൊഡക്റ്റ് ആയിട്ടുള്ള സെക്ടേഴ്സും ഉണ്ട് ബിസിനസ്സിൽ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് സെക്ടേഴ്സിൽ ഏകദേശം ഒരു പ്രൊഡക്റ്റ് ഇറക്കി ക്ലിക്ക് ആവാൻ മീൻസ് അതൊരു അത്യാവശ്യം ഒരു റേഞ്ചിൽ എത്താൻ എത്ര ടൈം പീരീഡ് എടുക്കും? അതാ ഇന്നത്തെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കി, ഇപ്പോൾ എന്നോട് തന്നെ ഒരുപാട് ക്ലയൻസ് ചോദിക്കും അപ്പോൾ അത് ഇന്നൊരു പ്രൊഡക്റ്റാണ് ഇറക്കാൻ പോകുന്നത്, ഇത് ക്ലിക്ക് ആവാൻ എത്ര ടൈം എടുക്കും എന്നില്ലാണ് എല്ലാവരും വിളിക്കുമ്പോൾ ചോദിക്കും. ഒന്നാമത് എന്താന്ന് നമ്മളെ കസ്റ്റമറെ ആവശ്യം എന്താണെന്നുള്ളത്, നീഡ്സ്, അവർക്കുള്ള സൊല്യൂഷൻ ആണോ, അത് പ്ലേസ്മെൻറ്റ് കറക്റ്റ് ആവുക എന്നുള്ളതാണ്, അവർക്കത് അവൈലബിൾ ആണോ എന്നുള്ള രീതിയിലൊക്കെയാണ് ആദ്യത്തെ ഒരു സെഗ്മെൻറ്റ് വരുന്നത്. പിന്നെ വരുന്ന പാർട്ട് ക്യാപിറ്റലാണ്. ഞങ്ങൾ 0 തുടങ്ങിയതാണ്, ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, 5 ലിറ്റർ എണ്ണയും അതിൻ്റെ മരുന്നുകൾ ഞങ്ങൾ തന്നെ പോയിട്ട് പൈസ ഒന്നും കൊടുക്കണമല്ലോ പലക്കെ അങ്ങനെ കളക്ട് അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ പിന്നീടുള്ള സ്റ്റെപ്പിൽ അടുത്ത സ്റ്റെപ്പ് എടുക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു ഫെയിലിയർ സംഭവിക്കുമ്പോൾ ഇനി അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് എന്ത് ക്യാപിറ്റൽ ആ സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നു. ഇന്ന് ഒന്നും കൂടെ ഫാസ്റ്റാണ്. ഇപ്പം ഞങ്ങൾ തുടങ്ങുന്ന കാലത്ത് സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ല, മാർക്കറ്റിംഗ് അഡ്വർടൈസിങ് ഒന്നും ഇത്ര ആക്റ്റീവ് അല്ല. അന്ന് നമുക്കൊരു പരസ്യം ചെയ്യണമെങ്കിൽ ഒന്ന് ഓപ്ഷൻ ന്യൂസ് പേപ്പറാണ്, 2 TVC ആണ്, രണ്ടും അധികം നോക്കാത്തതാണ്. പക്ഷെ അന്ന് അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ആണ്, നമുക്കൊന്നും ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാലഘട്ടം. ആ സമയത്ത് നമ്മളത് ആകെ ഉണ്ടായിരുന്ന സ്ട്രെങ്ത് മൗത്ത് പബ്ലിസിറ്റി. അപ്പോൾ ഫഹദ് വാങ്ങിച്ചു, ഫഹദിന് റിസൾട്ട് ഉണ്ടെങ്കിൽ ഫഹദിൻ്റെ ഫ്രണ്ട്സിനോട് പറയും. അങ്ങനെയാണ് അന്ന് നമുക്ക് ഇപ്പം അന്ന് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ GCCയിൽ ഫോക്കസ് ചെയ്യാൻ കാരണം അന്ന് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടായിരുന്നത് പുറത്തുനിന്നാണ്. ഒരു റൂമിൽ ഒരു ജില്ലക്കാരനല്ല ഉണ്ടാവുക, പല ജില്ലയിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടാകുമ്പോൾ അവർ അടുത്ത ആളോട് പറയും. കാരണം ഇത് എല്ലാവരും കോമൺ പ്രശ്നമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരെ ഫാമിലിനോട് നാട്ടിൽ പറയും, അവർ നമ്മളെ വിളിക്കും, നമ്മളെ വീട്ടിൽ വന്നിട്ട് 10 ബോട്ടിൽ 8 ബോട്ടിലൊക്കെ ഒരുമിച്ചാണ് കൊണ്ടുപോകാം. ഇന്നിപ്പോൾ അപ്പോൾ എന്താക്കി, നമ്മളത് കസ്റ്റമർക്ക് എല്ലായിടത്തും അവൈലബിൾ ആക്കാൻ എങ്ങനെ അവർക്ക് ഏറ്റവും പെട്ടെന്ന് എന്ന പ്രൈസ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളടുത്തുനിന്ന് അന്ന് നാട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവിടുന്ന് വലിയ ദിർഹംസിലൊക്കെ വിറ്റ ആളുകളുണ്ടായിരുന്നു. കാരണം ആളുകൾ നീഡ്സ് അവർക്ക് മനസ്സിലായി. അത് നമ്മൾ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 11 വർഷം എടുത്ത് ഞങ്ങൾ ഏകദേശം അഴകി GCC UAE എത്തിക്കാൻ 11 വർഷം എടുത്ത് ഞങ്ങളൊരു പ്ലേസ്മെൻ്റ് ആയിട്ട് എത്തിക്കാൻ. അവിടെ നിന്ന് ഏകദേശം ഒരു 6 മാസം എടുത്തിട്ടുള്ളൂ ഞാൻ ഓൾ ഓവർ GCC എത്താൻ. പ്രൊഡക്റ്റ് അത്രയും ക്വാളിറ്റി അത് നമ്മളെന്താ, നമുക്ക് ആദ്യം അഷ്യൂർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ നമുക്കൊരു സർവീസ് സെക്ടർ ആവട്ടെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആവട്ടെ കസ്റ്റമർക്ക് അത് എത്രത്തോളം നീഡായിട്ടുള്ളതെന്നാണ് നോക്കേണ്ടത്. അതേപോലെ കിങ് ലെയർ എന്നുള്ള മൂവി ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല റേഞ്ചിൽ ഹിറ്റായ ഒരു മൂവിയാണ്, ഹ്യൂമർ പരിപാടികളും. അതിൽ പറയുന്നുണ്ട് ഒരു തുളക്ക് 2 ദിർഹംസോ 2 മില്യൺ ദിർഹംസോ എന്നുള്ളത്. മീൻസ് ഒരു പ്രസ്സിങ്ങിൽ തന്നെ ആ ഒരു ട്യൂബിലൂടെ കൂടുതൽ പേസ്റ്റ് വരുന്ന ഒരു സീക്വൻസ്. അതേപോലെ ഇതിലെന്തെങ്കിലും മാനിപ്പുലേഷൻ ഈ ഒരു പരിപാടിയിൽ? അതായത് നമ്മൾ ഇതുവരെ നമ്മൾ ഓരോ സ്റ്റേജിലും ഇപ്പോൾ പാക്കേജിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇങ്ങോട്ട് ഇപ്പോൾ ഈ GCCയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പാക്കേജിങ് ഡിഫറെൻ്റാണ്. പക്ഷെ അതിലും നമ്മൾ മാനിപ്പുലേഷനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ക്വാളിറ്റി മാത്രം. നമ്മൾ എന്നും പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനും അല്ലെങ്കിൽ നമ്മളെ ടീമും സംസാരിക്കാറ് അതിൻ്റെ ക്വാളിറ്റി മാത്രമാണ്. അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്. നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, അതിലൊരു ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ വീഡിയോ ഒരു ഇൻഫ്ലുവൻസർ വീഡിയോ കാണുമ്പോൾ അവർക്കത് ഹൈക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു ഇതിൽ പെട്ടെന്ന് പോയിട്ട് ഒരു ബോട്ടിൽ ഓയിൽ വാങ്ങും, അത് വാങ്ങിച്ചിട്ട് ഒരു 3-4 മാക്സിമം ഒരു 1 വീക്ക് അവർ യൂസ് ചെയ്യും.
പിന്നെ അവരെ തിരക്കുകൾ കൊണ്ടും അവരെ ബാക്കി ഡെയിലി റുട്ടീൻ കൊണ്ട് അവരത് മറന്നു പോകും. അപ്പോൾ പിന്നെ അവർക്ക് അടുത്ത വീഡിയോ കാണുമ്പോഴായിരിക്കും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ എന്ന് തിങ്കിങ് വരും. അപ്പോൾ എന്നോട് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യും, എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവരെ വിളിച്ച് സംസാരിക്കും, നിങ്ങൾ എത്ര ബോട്ടിൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ അവർ പറയും, ഇല്ല ഞാൻ ഒരു 7 days ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, നിങ്ങളൊരു 4 month കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. കാരണം ഇത് പ്യൂർലി ആയുർവേദിക്കാണ്, ഇവൺ അലോപ്പതിക്ക് പോലും അല്ല. ഇത് ശരീരത്തിലേക്ക് പിടിച്ച് അതിന് റിസൾട്ട് വന്ന് തുടങ്ങാൻ നാച്ചുറലി ആ സമയം എടുക്കും. എന്നാൽ പെട്ടെന്ന് 1 മാസം കൊണ്ട് റിസൾട്ട് കണ്ട കസ്റ്റമേഴ്സ് ഉണ്ട്, 2 weeks കൊണ്ട് കണ്ടവരുണ്ട്, 5 days കൊണ്ട് കണ്ടവരുണ്ട്, 4 month കൊണ്ട് കണ്ട ആളുകൾ. ഇതൊക്കെ ജനറ്റിക്കലി വ്യത്യാസം ഉണ്ടാവും. അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫഹദിൻ്റെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല മറ്റൊരാളെ, അല്ലെങ്കിൽ വർക്ക് ഹവേഴ്സ് ആയിരിക്കില്ല മറ്റൊരാളെ. ഇപ്പോൾ 4 o'clock 3 o'clock വിളിക്കുന്ന കസ്റ്റമർ ഉണ്ട് എനിക്ക്. കാരണം ഞാൻ കസ്റ്റമർ കെയർ നമ്പേഴ്സിൽ ഒന്നേരം എൻ്റെതാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ GCCക്കല്ലേ. അതുപോലെ നാട്ടിലത്തെ ഉമ്മയാണ്, ഇവൻ 11 years ആയിട്ട് ആ ഒരു നമ്പർ ഹാൻഡിൽ ചെയ്യുന്ന ഉമ്മയാണ്. 3 മണിക്ക് കോൾ വന്നാലും ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ കഫ്റ്റീരിയയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും, ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർ റൂമിലേക്ക് വരുന്ന സമയത്താണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്പോഴേ വിളിക്കാൻ പറ്റുള്ളൂ. ഞാൻ അവരോട് അപ്പോഴും ഞാനൊരു 10-15 minute സംസാരിക്കും. ഇത് എന്താണെന്ന് മനസ്സിലാവണം. ഒരുപാട് പ്രൊഡക്റ്റ് ഉള്ളതിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പ്രോപ്പറായിട്ട് അവർക്ക് കൺവേ ചെയ്താൽ. അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കമൻസ് മീൻസ് എന്തെങ്കിലും ഇത്ര യൂസ് ചെയ്തിട്ട് റിസൾട്ട് അങ്ങനത്തെ എന്തെങ്കിലും നമ്മളെ ഇതിൽ റയറായിട്ടേ വരാറുണ്ട്. വന്ന കസ്റ്റമേഴ്സിനൊക്കെ ഞങ്ങൾ തന്നെ അതിൻ്റെ താഴെ പോയിട്ട് ഒന്നെങ്കിൽ അവരെ ഒരു മെസ്സേജ് അയക്കാനോ ഈ ഒരു പ്രോബ്ലം കൊണ്ടായിരിക്കും, മീൻസ് ഇവരെ ഒരു 7 days അല്ലെങ്കിൽ 5 days യൂസ് ചെയ്ത അതിൻ്റെ ഒരു റിയൽ ടൈമിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. എന്നിട്ടും ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഉമ്മാടെ നമ്പർ ഡയറക്റ്റ് കൊടുക്കാറുണ്ട്. ചില കസ്റ്റമേഴ്സ് അവർ ഉമ്മാനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ ജെന്യുവനായിട്ട് പറയും, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഉമ്മ പറയും ഇങ്ങനെ യൂസ് ചെയ്ത് എന്നിട്ട് നിങ്ങൾ റിസൾട്ട് ഇല്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ എന്ന് പറയും. അവർ ജനറലി അവരെന്നെ വന്ന് ഡിലീറ്റ് ചെയ്തിട്ട് അവർ യൂസ് ചെയ്ത് തുടങ്ങാറുണ്ട്. അത് അവരെ പ്രശ്നമല്ല. നമ്മളപ്പോൾ ഇമോഷനിലാണ് ജീവിക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ അതിൻ്റെ പറ്റിച്ചല്ല അവർ എന്നുള്ളൊരു ഇമോഷൻ്റെ തോട്ട് പ്രോസസ്സിലാണ് എന്ത് ചെയ്യുന്നത്, ആ റിയാക്ഷൻ വരുന്നത്. പക്ഷെ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ പൈസ കൊടുത്ത് വാങ്ങിച്ചവർക്ക് അത് കിട്ടിയില്ല എന്നുള്ള തോന്നൽ വരുന്നത്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ സത്യമാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. നമ്മൾ പറയുന്നത് മറ്റ് ബ്രാൻഡ്സുകളല്ല മറ്റേ ഇതൊന്നും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. ഞങ്ങൾ പറയാറ് 4 month കണ്ടിന്യൂ ചെയ്യാം. ഒരു ബോട്ടിൽ ഇത്ര ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് എന്ത് കാരണം ഇത് ഹെയറിലല്ല, സ്കാൽപ്പിലാണ്. അല്ല, ഒരു ബോട്ടിൽ ഓൾമോസ്റ്റ് ഒരു 12 to 15 days ഉണ്ടാവും. 100 ml ആണ്. ഇത് ഹെയറിലല്ല, സ്കാൽപ്പിൽ നമ്മൾ ഹെയർ ഗ്രോത്ത് ചെയ്യുന്ന ഹോൾസിലേക്ക് ഓയിൽ ഇറങ്ങണം. അത്യാവശ്യം ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്ത്, പ്രത്യേകിച്ച് ഇവിടെ. കാരണം ഇവിടെ അത്രത്തോളം ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചസ് ആണെങ്കിൽ ഒക്കെ എക്സ്ട്രീമാണ്. ചൂട് എക്സ്ട്രീമാണ്, തണുപ്പ് എക്സ്ട്രീമാണ്, വെള്ളം ഭയങ്കര പ്രോബ്ലം ഇവിടെ ഓരോരോ എമിറേറ്റ്സിന് അത്രത്തോളം പ്രോബ്ലം കൂടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതേപോലെ ഇപ്പോൾ ഈ പ്രൊഡക്റ്റിന് ഇപ്പോൾ സാധാരണ ഇപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റിലുണ്ട്. അത്യാവശ്യം വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്ന ബ്രാൻഡിങ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുണ്ട്. അവരതൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും സ്മെല്ല് എന്ന് പറയുന്ന പ്രശ്നം. ഈ സ്മെല്ല് ഈ ഒരു പ്രൊഡക്റ്റിന് അങ്ങനെ ഒരു ബാഡ് സ്മെല്ലില്ല. അതായത് ഒരു ഓഫീസിക്ക് പോകാനോ അല്ലെങ്കിൽ വർക്ക് ടൈമിൽ ഉപയോഗിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ റൂമിൽ ഇപ്പോൾ ബാച്ചിലർ റൂമിൽ 10-15 പേരുള്ള റൂമിൽ യൂസ് ചെയ്യുന്ന ചില കസ്റ്റമർ വിളിക്കാറുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ആ സ്മെല്ല് അങ്ങനത്തെ പ്രോബ്ലം ഇല്ല. അതില്ല എന്ന് പറയാതിരിക്കാനുള്ള കാരണം ഇതിൻ്റെ പ്രോസസ്സാണ്. ഇതൊരു 12 മണിക്കൂറത്തെ പ്രിപ്പറേഷനാണ്. ഇതിൽ പച്ചമരുന്ന് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിൽ നമ്മൾ മറ്റ് പൊടികളൊന്നുമില്ല. ഈ പച്ചമരുന്നിൻ്റെ നീര് അതിൽ പൂർണ്ണമായിട്ട് ജലാംശം വറ്റിയ ശേഷമാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ട് ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല, നീരിറങ്ങുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതൊക്കെ ഇതിൻ്റെ പ്രോസസ്സിൽ വരുന്ന ബെനിഫിറ്റ്. നീരിറങ്ങുന്ന ഒരു വലിയ ഘടകം. കാരണം ഇവിടെ നമ്മൾ കസ്റ്റമറോട് ടൈമിങ് പറയാറ് എനി ടൈം. കസ്റ്റമർ എപ്പോഴാണോ ഫ്രീ. ഞാൻ പറയുന്നത് ഏത് ആളോടും പറയുന്നത് നമ്മളെ ഹെയറിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. ഏതൊരു ഇപ്പോൾ നമുക്കൊരു പനി വന്നാൽ നമ്മൾ ഡോക്ടർ 3 നേരം അല്ലെങ്കിൽ ഇന്ന സമയത്ത് കുടിക്കാൻ പറയുന്നത് അത് അതിന് റിസൾട്ട് ഉണ്ടാവാൻ പറ്റും. ഞാൻ കസ്റ്റമർ നിങ്ങൾക്ക് 20 minutes സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അല്ലാതെ ഇത് ഹറിബറി അല്ല. ഇത് തലയോട്ടിലേക്ക് ഇറങ്ങാനുള്ള 20 minutes സമയം കൊടുത്ത് അത് വാഷ് ചെയ്ത് കളഞ്ഞ്. ഇപ്പോൾ നമ്മൾ മസാജിങ്ങിൽ ഭയങ്കര പ്രശ്നങ്ങൾ വരാറ്. കസ്റ്റമറോട് നമ്മൾ മസാജിങ്ങിന് നമ്മളെ ഇൻസ്ട്രക്ഷനിലുണ്ട്. പക്ഷേ വീഡിയോസിൽ മസാജ് കൂടുതൽ വേണ്ടെന്നാണ് പറയുന്നത്. അത് എന്താ കാരണം എന്ന് വെച്ചാൽ മസാജ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഭയങ്കര പ്രഷർ എടുത്തിട്ട് കൈയൊക്കെ ഭയങ്കരമായിട്ട് മസാജ്. ഇപ്പം നമ്മളെ ഓയിലെന്നല്ല, ഈവൻ വെള്ളം നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന പോലെ ഹെയർ അത് മുടി കൊഴിയുന്ന ഫീൽ ചെയ്യും കൂടുതലായിട്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ കൊണ്ടാണ്.
ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെ പിടിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ആവശ്യമില്ല. സ്കാൽപ്പ് എല്ലായിടത്തും ഇപ്പം ഉമ്മ പറയാൻ മുടി തലയോട് നനയുന്ന രീതി, അത് എല്ലായിടത്തും എണ്ണ ഇറങ്ങുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. മസാജ് ഇതിൻ്റെ ഒരു ഘടകമല്ല. ആ മസാജിങ് എന്ന് ഉദ്ദേശിക്കുന്ന വെല്ലം എല്ലായിടത്തും ആയെന്ന് ഉറപ്പ് വരുത്തുക. അത് നമുക്ക് വിരൽ കൊണ്ടോ ഇപ്പോൾ പല പ്രൊഡക്ട്സ് ഉണ്ട്, പക്ഷേ അത് നമ്മൾ പറയുന്ന വിരൽ കൊണ്ട് വെല്ല ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഈ പറഞ്ഞ അപ്രൂവ്ഡ് ആയിട്ടുള്ള ലൈസൻസ് എങ്ങനെയൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഓൾറെഡി ഇന്ത്യയിൽ ഡ്രഗ് ലൈസൻസ് അടക്കമുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ലീഗൽ ലൈസൻസ്ഡാണ്. നമ്മൾ ലാബ് ടെസ്റ്റഡ് ആണ് ഓരോ ബാച്ചും. എല്ലാം കൃത്യമായ എന്താ പറയുക അതിൻ്റെ ഫോർമാലിറ്റീസിലൂടെ തന്നെയാണ് വരുന്നത്. അതുപോലെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഇവിടെ UAE മുനിസിപ്പാലിറ്റി അടക്കമുള്ള എല്ലാ ഹെൽത്തിൻ്റെ അപ്രൂവൽ UAE-ലുണ്ട്. നമുക്ക് സൗദിയിലാണെങ്കിലും മറ്റെല്ലാ GCC കൺട്രീസിലും അപ്രൂവ്ഡ് ആണ്. നമ്മൾ ലീഗൽ സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു പീസ് പോലും നമ്മളിപ്പോൾ ഒരുപാട് കസ്റ്റമർ എനിക്ക് വിളിക്കും, നിങ്ങൾ ഷാമ്പു ലോഞ്ച് ചെയ്യുന്നുണ്ട് പറഞ്ഞ് സാമ്പിൾ ഉണ്ടെങ്കിൽ എനിക്കൊരു ബോട്ടിൽ തരുമോ, ഞാൻ പൈസ തരാം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അവർക്ക് ഏതാ യൂസ് ചെയ്യാന്നുള്ള കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ പറയില്ല, നമുക്കിപ്പോൾ തരാൻ പറ്റൂല. എന്താ നമ്മൾ ലീഗലി എല്ലാം ഫിറ്റായിട്ട് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കും. സത്യം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ അന്ന് 1,20,000 രൂപയ്ക്ക് വിറ്റന്ന് ഞങ്ങൾ നിർത്താൻ പോലും കാരണം അന്ന് സ്റ്റോപ്പ് ചെയ്ത് ഈ പേടി കൊണ്ടാണ്. ലീഗലി ഇല്ലേ. ഉമ്മ പറയും നമുക്ക് നിയമത്തിനെതിരായിട്ടൊന്നും ചെയ്തിട്ട് തലകുലിച്ച് നിൽക്കേണ്ടി വരരുത് എന്നുമ്മ പറയും. ബാക്കി എന്തും ഇപ്പോൾ റിസൾട്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കസ്റ്റമറോട് സംസാരിക്കാൻ പറ്റും, അവർക്കത് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഭയങ്കര പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ചില ആളുകൾ ഭയങ്കര പ്രഷറിൽ വിളിക്കും വീഡിയോ കണ്ടിട്ടില്ല, ഉറപ്പാണ് നിങ്ങൾക്ക് എഗ്രിമെൻറ്റ് ചെയ്ത് ഒപ്പിട്ടുതരാൻ പറ്റുമെന്നൊക്കെ ചെയ്യും റിസൾട്ട് ഉണ്ടെങ്കിൽ. ഞാൻ അവരോട് പറയും നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിച്ചു തരാം, പക്ഷെ ഞാൻ പറയുന്ന പോലെ അല്ലെങ്കിൽ ഞങ്ങൾ കമ്പനി പറയുന്ന പോലെ നിങ്ങളത് ഉപയോഗിക്കുക, കണ്ടിന്യൂ ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഷുവറാണ്. അതേ കസ്റ്റമർ ഇപ്പോൾ റെഗുലറായിട്ട് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ആ ഡയലോഗ് ഇല്ല, അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് റെഗുലറായിട്ട് അതിൻ്റെ ഫീഡ്ബാക്സ് പറയുന്ന കസ്റ്റമറുണ്ട്. അത് നമുക്ക് സന്തോഷമാണ്. അവരുടെ അടുത്ത് അങ്ങനെ റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു എനർജി അതാണ്. നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ഞാൻ 2 ബോട്ടിൽ ഉപയോഗിച്ചിരുന്ന് ഒക്കെ മാറ്റമുണ്ട്, എത്ര മാസം ഇത് ഉപയോഗിക്കേണ്ടത്, ഇതെവിടെ കിട്ടുക എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ നമ്മളൊന്ന് എനർജി ആവും. കാരണം നമുക്ക് അതാണ് ഏറ്റവും വലിയൊരു കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ്. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഏതൊരു ബ്രാൻഡിൻ്റെയും ഉമ്മ ഉണ്ടാക്കുന്ന ആളാണ് ഡയറക്റ്റ്ലി കോണ്ടാക്ട് ഇതുവരെ ഇത്രയും മാസം ഇതുവരെ വിളിക്കുന്ന കസ്റ്റമറിന് ഉമ്മനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. പഴയ കോണ്ടാക്ട് അത് ആളുകൾക്കൊരു ബെനിഫിറ്റ് ആണ്. നമ്മുടെ ഒരുപാട് കസ്റ്റമർ പറയാറുണ്ട് വിളിക്കുമ്പോൾ നിങ്ങളെ കിട്ടുന്നുണ്ടല്ലോ വിളിക്കും. നമ്മളത് അവരെ സംശയം തീർക്കാനോ അല്ലെങ്കിൽ അവരെ എന്ത് പ്രോബ്ലം ആണെങ്കിലും സോൾവ് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാണ്. നമ്മളൊരു വിശ്വാസം അഴകി എന്ന ബ്രാൻഡിൽ അവർക്ക് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അത് കൺവേ ആയതുകൊണ്ടാണല്ലോ അവർ വാങ്ങുന്നത്. അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കാനും ബാധ്യസ്ഥരാണ്. ചില ആളുകൾക്ക് ഒരു 30 ദിറംസിന് 35 ദിറംസിന് എണ്ണ വാങ്ങുന്നതുകൊണ്ട് ഇത്രയൊക്കെ ചോദ്യം. ഇന്നലെയൊക്കെ ഒരു കസ്റ്റമർ അയച്ച മെസ്സേജാണ്, ഒരു റിപ്ലൈ കൊടുക്കാൻ വേറെ കോളിലായപ്പോൾ റിപ്ലൈ കൊടുക്കാൻ ഒരു 2 മിനിറ്റ് വൈകിയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർ. ഞാനൊരു 35 ദിറംസിൻ്റെ ഓയിൽ വാങ്ങുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടില്ല, ആളുകൾക്ക് പല സംശയമാണല്ലോ, വാങ്ങിയില്ലെങ്കിലും ഞാനത് പറഞ്ഞുതരാൻ ബാധ്യസ്ഥരാണ്. കാരണം അത് അവരെ ഇമോഷനാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ബ്രാൻഡുണ്ട്. അപ്പോൾ അവർക്കത് കൺവേ ആയാലേ അല്ല ഈ ഒരു സംഭവമാണ് ഇപ്പം പല ബിസിനസ്സുകാർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് സാറ് പറഞ്ഞത്. എന്താ പറയുക, ഒരു ക്ലയൻറ്റ് ചിലപ്പം അതിനെപ്പറ്റി അറിയാൻ വിളിക്കണമായിരിക്കും, പക്ഷേ ക്ലയൻറ്റിനോട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സംസാരിച്ച് ആ ഒരു ടോക്കാണ് ഇപ്പോൾ പലരും പറഞ്ഞത്. നമ്മൾ അവരെല്ലാം A to Z സംശയങ്ങൾ തീർത്ത് എന്നിട്ടും അവർക്ക് ഇനിയിപ്പോൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലും എനിക്കറിയാം നമ്മളെ മൈൻഡിൽ അത്ര പെട്ടെന്നൊന്നും അത് നിൽക്കില്ല. അപ്പം ഞാനിപ്പോൾ അതിനൊരു കാര്യം പറഞ്ഞപ്പോൾ അതപ്പം തന്നെ അത് ഓർത്ത് വെച്ച് ഉപയോഗിക്കാൻ എങ്ങനെയൊന്നും ഓർപ്പുണ്ടാവില്ല. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ഉപയോഗിക്കേണ്ട ഡീറ്റെയിൽഡ് വീഡിയോയും വോയിസൊക്കെ അയച്ചതൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളി എന്ന് പറയുമ്പോൾ അവർ ഹാപ്പി ആവും. അപ്പോൾ അവരെന്നെ മെസ്സേജ് ചെയ്യും. അപ്പോൾ ഞാൻ അവർക്കത് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു കൊടുക്കും. കാരണം അവർക്ക് അപ്പോഴത് കൺവേ ആവുള്ളൂ. ഞാൻ എയിം എന്താണ്, അവരൊരു ബോട്ടിൽ വാങ്ങിച്ച് ആ പൈസ വാങ്ങിച്ച് വെക്കാന്നല്ല, അവരത് കണ്ടിന്യൂ ചെയ്ത് അവർക്ക് അതുകൊണ്ട് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അത് മുഴുവൻ പറഞ്ഞു കൊടുക്കാതെ അവർക്കൊരു ബോട്ടിൽ വിറ്റുകൊണ്ട് ഒരു കാര്യമില്ല. ആ ഒരു ബോട്ടിൽ കൊണ്ട് നെഗറ്റീവേ വരുള്ളൂ. നേരെ മറിച്ച് അവർക്കത് റിസൾട്ട് വന്നാൽ അവർ പറഞ്ഞ പോലെ ഉപയോഗിച്ച് നമുക്ക് മാറ്റമുണ്ടെന്ന് പറയുമ്പോഴല്ലേ നമുക്കത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അത് നമ്മളെപ്പോഴും ഉറപ്പ് വരുത്താറുണ്ട്. കസ്റ്റമർക്ക് എന്താണ് ഒരു ഏത് ഏജ് ഗ്രൂപ്പിലാണത് കൂടുതലും പ്രൊഡക്റ്റുകൾ
അല്ലെങ്കിൽ സാറിന് കൂടുതൽ ആൾക്കാർ വിളിക്കുന്നതും? ഇപ്പം കൂടുതൽ വിളിക്കുന്നത് ഈ ഒരു 20 to 35 ഇയേഴ്സിൽ അത് പ്രവാസികളാണ് കൂടുതൽ മെയിൻലി. നമ്മൾ എന്ത് പറഞ്ഞോളൂ, ഇപ്പോൾ ഒരുപാട് പേര് പറയും ഞാൻ ഈ മുടി കൊഴിഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല, അതൊക്കെ സത്യമാണ്. പക്ഷെ ഇത് ഭയങ്കര ഇമോഷണലായി എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇമോഷണൽ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രത്തോളം മറ്റ് അല്ലെങ്കിൽ ഒരുപാട് ഇത്ര റിസൾട്ട് ഓറിയൻറ്റഡ് അല്ലാത്ത പ്രൊഡക്ട്സുകളും ഇത്ര മില്യൺസ് വിറ്റ് പോകേണ്ട ആവശ്യമില്ല. അത് GCCയിലല്ലേ അത്രത്തോളം ബ്രാൻഡ്സ് ഉണ്ട്. ഈവൻ പെട്രോളിയം ബേസ്ഡ് അടക്കം ഒരുപാട് MNC ബ്രാൻഡ്സുകളുണ്ട്. എന്നിട്ടും കസ്റ്റമർ അവരെ തിരക്കിനിടയിൽ അവർ വീട്ടുകാർക്ക് വിളിക്കുന്ന സമയത്തിനിടയിൽ ഒരു ഫോൺ നമ്പർ എടുത്തിട്ട് അഴുകി എവിടെ കിട്ടുക, ഉപയോഗിച്ചാൽ മാറ്റം ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്കതിൻ്റെ റിസൾട്ട് ഇത്രയും ഉണ്ടായതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ അവരൊരിക്കലും ആരും വിളിക്കില്ല. ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ഒരു വട്ടം വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയി സാധനം കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വിളിക്കില്ല. അവർ വിളിക്കുന്നുണ്ടെങ്കിൽ അത് അവരാവശ്യവും നമ്മളത് കൃത്യമായി ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി ഒരുപാട് പ്രായമുള്ള ആൾക്കാർ വിളിക്കുന്നുണ്ട്. നമ്മൾ ചില ആളുകളോട് ഓപ്പണായി പറയും, ഇപ്പം പ്ലെയിനായിട്ട് മുടി കൊഴിഞ്ഞു പോയത് കഷണ്ടി പോലെ ആയത് വരൂല. അത് വരൂല എന്ന് പറയുന്ന കാരണം അവിടുത്തെ എയർ ഹോൾസ് അടഞ്ഞു പോയി. അവിടെ ഉള്ളിലേക്ക് എണ്ണ ഇറങ്ങാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. മുടി ഗ്രോത്ത് ചെയ്യണമെങ്കിൽ എയർ ഹോൾസിലേക്ക് എണ്ണ ഇറങ്ങിപ്പോണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതില്ലാത്ത അപ്പോൾ നമ്മൾ കസ്റ്റമറോട് അപ്പോൾ എന്നോട് പറയും കുഴപ്പമില്ല മോനെ ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കാം എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, അതിനെ കൊണ്ട് വേറെ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഉറക്കക്കുറവ് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം. ഓക്കെ, ഈ സ്ട്രെസ് കാരണം കൃത്യമായ ഉറക്കില്ലാത്ത അതിന് നമുക്ക് നല്ല സൊല്യൂഷനാണ്. ഓക്കെ, മുടി കൊഴിച്ചിലിന്, ഉള്ളു കൊഴിഞ്ഞു പോയി തിരിച്ചു വരാൻ, മുടി പൊട്ടിപ്പോകുന്ന ഇഷ്യൂസിന്, മൈഗ്രെയിൻ്റെ തലവേദനക്ക്, ഇതിനൊക്കെ നമ്മളത് റിസൾട്ടഡാണ്. മൈഗ്രെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്ത് നല്ല ചേഞ്ചസ് ഉണ്ട്. ഇതൊന്നും ഞങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് കസ്റ്റമർ ഫീഡ്ബാക്സ് നിന്നാണ് പിന്നെ നമ്മളത് ഓരോന്നും ആളുകൾക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ ഇപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കസിൻ കൂടെ ഉണ്ടായിരുന്നു. ഈ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയാം റിലേറ്റീവ്സിനെ കൂട്ടി ബിസിനസ് ചെയ്യാത്തതാണ് നല്ലത് എന്നുള്ളത്. എന്താണത് സാറിനൊരു അങ്ങനെ പറയുമ്പോൾ? അങ്ങനെയല്ല, നമ്മൾ ട്രാൻസ്പെറൻ്റ് ആവുക എന്നുള്ളത്. ഓക്കെ, ഞാൻ എന്താണോ എൻ്റെ 100% ഓപ്പോസിറ്റ് നിൽക്കുന്നത്, അത് കസിനോ റിലേറ്റീവോ ഇനി മറ്റൊരു ഔട്ട്സൈഡറോ ആരാണെങ്കിലും ഇതിലും വലിയ പാർട്ട്നേഴ്സ് തെറ്റിപ്പിരിഞ്ഞ കഥകളില്ല. ഞാൻ ഇവിടുത്തെ വലിയ ബ്രാൻഡ്സുകളൊക്കെ റീസെൻ്റ്ലി ഞാൻ ഒരുപാട് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്, തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ നമ്മളത് ട്രാൻസ്പെറൻസി ഉണ്ടോ, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് എന്താണെന്ന് അവർക്കും മനസ്സിലാവണം, അതുപോലെ അവരത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവും. അവിടെ സക്സസ് ഉണ്ടാവും. കാരണം സക്സസ്സിലേക്ക് എത്തിയ വഴികൾ അറിയണം. നമ്മൾ ഓടുന്ന വണ്ടിയിൽ ചാടി കയറുന്ന പോലെയല്ല. നമ്മളെ കൂടെ ഉണ്ടായിരുന്നവർ നമ്മളെ കൂടെ അന്ന് കൂടെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ പറയില്ല, ഈവൻ ആ മരുന്ന് പറിച്ച് തരുന്നവർ വരെ ഞങ്ങൾ ഇപ്പോഴും നിർത്തുന്നുണ്ട്. ഉമ്മ എപ്പോഴും പറയും, നമ്മൾ ആദ്യകാലത്തിലൊക്കെ ഒരുപാട് പൈസ അറേഞ്ച് ചെയ്ത് ചെയ്യേണ്ടി വന്ന ആളുകളുണ്ടാവും. ഉമ്മ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്ത് വന്ന ആളുകൾ കൊടുക്കാൻ വൈകിയവരുണ്ടാവും, വൈകിൻ്റെ പേരിൽ ചീത്ത പറഞ്ഞ ആൾക്കാരുണ്ടാവും, ഒക്കെ ഉണ്ട്. ഞാൻ പറയല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ട്രഗ്ലിംഗ് ടൈമാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലേ, നമ്മളെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ നമ്മൾ വിശ്വസിച്ച് ചെയ്തെന്നാ നമുക്ക് തിരിച്ച് ചെയ്യാം. ആ ഉമ്മ എപ്പോഴും പറയും, എനിക്കതുകൊണ്ട് വലിയ കോടീശ്വരനാവണം എന്നിട്ട് അത് അങ്ങനെയല്ല. നമുക്ക് എൻ്റെ കുടുംബശ്രീയിൽ ചിലപ്പോൾ 5000 രൂപ എടുത്തു തന്ന ആളുകളുണ്ടാവും, കുടുംബശ്രീ ലോണെന്ന് എടുത്ത് അവർക്കൊക്കെ 1 രൂപയെങ്കിലും അധികം കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പറ്റണം, അവർ ഹാപ്പി ആയിരിക്കണം. നമ്മളെ ഒരു ദിവസം വൈകിയത് കൊണ്ട് വിഷമിപ്പിച്ചവരുണ്ടാവും, അവരെ ഹാപ്പി ആക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞു തന്നെ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൊളാബ് ചെയ്യുന്ന ടീമാണെങ്കിലും നമ്മളെ എന്താ പറയുക, ഒരു വൈഫിനെ പോലെ അത്രയും ട്രസ്റ്റ് ആയിട്ടില്ലവരെ. അതായത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, എപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അവരറിയണം. അപ്പോൾ അവർക്കത് അവിടെ നിന്ന് ഇങ്ങോട്ടും ചെയ്യാൻ തോന്നും. ഓക്കെ, അതാണ് സക്സസ്. ഒരുപാട് എത്ര വലിയ പാർട്ട്നേഴ്സ് ഉണ്ട്, വലിയ വലിയ ഫേം ഇപ്പോഴും റൺ ചെയ്യുന്ന എത്ര ബ്രദേഴ്സ് ഉണ്ട്, ബിസിനസ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന. അപ്പം അതൊക്കെ കുറേയൊക്കെ നമ്മളെ തിങ്കിങ് ആണ്, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ പറ്റില്ല. നമ്മളെ കൊണ്ട് നമ്മൾ സ്റ്റക്ക്, ഇപ്പം ഞാനടക്കം അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ടീം ഉണ്ടെങ്കിലും കൺസൾട്ടൻസ് ഉണ്ടെങ്കിലും ഒക്കെ നമ്മളൊക്കെ സ്റ്റക്ക് ആവുന്നൊരു ടൈം വരും.
ചില സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റക്കാകും. നെക്സ്റ്റ് ഡിസിഷൻ എന്ത് എന്നുള്ളൊരു സ്റ്റക്കിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷേ കാഷ്വൽ ടോക്കിലിരിക്കുന്ന ഫ്രണ്ട്സ് ആവും ചിലപ്പോൾ നമുക്ക് സൊല്യൂഷൻ പറയാം. അവരായിരിക്കും ഡിസിഷൻ മേക്കറായി അവർ എടാ അന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കൂടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് കാലം വരെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല എന്ന് പറയാൻ കാരണം ഒന്നാമത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൽ ഇൻവോൾവ് ആവുന്നത്. ഇതിൻ്റെ പർച്ചേസുകളും കാര്യങ്ങളൊക്കെ നോക്കണം. ഉമ്മ പ്രൊഡക്ഷന് ഉമ്മ ക്വാളിറ്റി വിട്ടിട്ട് ചെയ്യാത്തുമ്പോൾ പ്രൊഡക്ഷനും മാറി നിൽക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഭയങ്കര സ്ട്രഗിൾ ചെയ്യും. ഞങ്ങൾ ഇനീഷ്യലൊക്കെ ഫേസ് ചെയ്യുന്ന കാര്യം ഇതിൻ്റെ മാർക്കറ്റിംഗാണ്. ആളുകൾക്ക് ഇതുണ്ടെന്ന് അറിയാൻ എങ്ങനെ ചെയ്യും എന്നായിരുന്നു. അതിന് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒരുപാട് ആളുകളൊക്കെ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തു നോക്ക്, ഈ ഒന്നും കൂടെ ഫേസ്ബുക്ക് കോൺസെൻട്രേറ്റ് ആളുകൾക്ക് ഒന്നും കൂടെ പെട്ടെന്ന് റീച്ച് ആവില്ലേ, അല്ലെങ്കിൽ ഇതിലിങ്ങനെ ചെയ്തു. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി സർക്കിളിലുള്ള ഒരുപാട് പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബിസിനസ്സിലുള്ള വലിയ ബിസിനസ്സിലുള്ള ആളുകൾ ഇപ്പോൾ നമ്മളൊക്കെ അവരെ കാണാൻ പറ്റുമെന്ന് പോലും എന്താ പറയുക ഇവരൊക്കെ കൂടെ ഇരിക്കാൻ പറ്റുമെന്ന് പോലെ ചിന്തിക്കാത്ത ആളുകളോട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്ക് പറഞ്ഞു തരും. ഉമ്മ എപ്പോഴും പറയും നമ്മളെക്കാലം എത്രയും ചെറിയ കുട്ടി തരുന്ന ഉപദേശമാണെങ്കിലും അതിൽ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കാം. അപ്പം അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ സജഷൻസ് ആണെങ്കിലൊക്കെ അതിൽ ബെറ്റർ ചൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടി വരുള്ളൂ. നല്ല സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ.